ഏയ് ഹലോ, ഇന്ന് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? ഏട്ടൻ്റെ കൂടെ ഒരു വസ്തു കാണാനുണ്ടായിരുന്നു, അതിന് പോവാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടവും ഒരു തൂക്കുപാലവും നമുക്ക് പരിചയപ്പെടാം. അപ്പം അതേണ്ട് ഞങ്ങളാണെങ്കിൽ പോകുന്ന വഴിക്ക് അടിപൊളി ഒരു പാലവും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഒഴുകുന്ന ഒരു നല്ല പുഴയും കണ്ടിട്ടോ. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മൾ സെൽഫി എടുക്കുമല്ലോ. അപ്പം ഞാൻ നന്നായിട്ട് സെൽഫി എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്ത് തന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് റൗണ്ടൊക്കെ നല്ല അടിപൊളി വ്യൂ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈവനിങ് ആകുമ്പോൾ ഒക്കെ നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ. അങ്ങനെ അതേണ്ട വസ്തുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം 20 സെൻറ്റ് വസ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഏട്ടൻ. അപ്പോൾ അത് ഏട്ടൻ്റെ ചാനലിൽ എന്തായാലും കൊടുത്തിട്ടുണ്ട്, ആവശ്യക്കാർ അതിൽ നിന്ന് കയറി നോക്കണേ. അപ്പോൾ ദേ വന്ന വഴിക്ക് അടിപൊളി ഒരു തൂക്കുപാലം കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് പിറവത്തിനടുത്ത് തന്നെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേണ്ട മന്ദം നടന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. പെൺമണി നീ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും നടന്ന് ഇങ്ങനെ പോരും കേട്ടോ. അടിപൊളി തൂക്കുപാലമാണ്. എനിക്ക് തോന്നുന്നു ഈവനിങ് മോർണിംഗ് ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനൊക്കെ. പിന്നെ ഇത് നടന്നു പോകാനും മാത്രമായിട്ടുള്ളൊരു തൂക്കുപാലം കേട്ടോ. അത്യാവശ്യം അപ്പുറക്കരയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ അതിൻ്റെ തൊട്ടടുത്താണെങ്കിൽ നല്ലൊരു അടിപൊളി അമ്പലമൊക്കെ ഉണ്ട്. അതേ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുവാണേ. അപ്പം നമ്മുടെ കഥയിലെ ഹീറോ ദേ നടന്നു വരുന്നു. അപ്പോൾ ഞാനാണ് വീഡിയോ എടുത്ത് കൊടുക്കുന്നത്. അപ്പം ദേ മതി ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. അപ്പം ഞാൻ ദേ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ദേ തൂക്കുപാലത്തിൻ്റെ ഫുള്ള് വീഡിയോ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വെള്ളച്ചാട്ടം കാണാനായിട്ട്. അരീക്കൽ വെള്ളച്ചാട്ടമാണ് കാണാൻ പോകുന്നത്. പോകുന്ന വഴിക്ക് കണ്ട ഒരു ചായക്കടയിൽ കയറിയിട്ട് ചെറുതായിട്ടൊരു ചായയും ഒരു സ്നാക്സും കഴിക്കണമായിരുന്നു. ഏകദേശം ഒരു 11:30 കഴിഞ്ഞപ്പോൾ വിശപ്പൊക്കെ ആയി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഒരു പപ്സും ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ദേണ്ട നമ്മൾ അരീക്കൽ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാനായിട്ടെല്ലാം റെഡിയായി കഴിച്ചൊക്കെ ഇറങ്ങി. അവിടെ ചെന്ന് ഫീസ് 20 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അങ്ങനെ അതൊക്കെ എടുത്തു. അരീക്കൽ വെള്ളച്ചാട്ടം മഴ അങ്ങ് ആർത്തൊലിച്ച് പെയ്യാൻ തുടങ്ങുമ്പോൾ ഏറ്റവും കാണാൻ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് അരീക്കൽ വെള്ളച്ചാട്ടം. തീരെ അപകട സാധ്യതയില്ലാത്തത്, ഈ സ്ഥലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണ് കേട്ടോ. അടിപൊളി ലൊക്കേഷനാണ്. ഫാമിലിയൊക്കെ ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ലൊക്കേഷൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ കൂടിക്കോ.